building height is 230 meters, and here we have to do the maintenance and do that all without any mistake, okay? I will definitely do that, ma'am. Hey, Meera. Hey, Tara. Hello. ഇത് യൂനു അല്ലേ? Hey, നീ എന്നെ മറന്നുപോയോ? അങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു നീ എന്നെ മറന്നു. അതുകൊണ്ടൊന്നല്ല, പെട്ടെന്ന് കഴിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല ആളാരെന്ന്. എങ്ങനെയുണ്ട് ലൈഫൊക്കെ? പിന്നെ അത് അടിപൊളിയായിട്ട് പോകും. നിന്റെ നമ്പർ ഒന്ന് എനിക്ക് തരാമോ? എന്നെ പോയി. തരാല, ഫോണിൽ ഞാൻ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ പേരും ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. മീര വെയിറ്റ്, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ശരിക്കും മീര, നിനക്ക് ഇവിടെ ഡ്യൂട്ടി ടൈമിൽ മാത്രമാണോ വന്നുള്ളിൽ സംസാരിക്കാൻ പോകുന്നത്? മീര സോറി, ഞാൻ പിന്നെ വരാം. ഹലോ, താനെന്താ? ഇനി നിനക്കെന്താ വേണ്ട? ഇത്രയും ദിവസം ഞാൻ എവിടേക്കാ പോണേ, ആരോടെ വർത്തമാനം പറയണമെന്നൊന്നും നോക്കിയിട്ടില്ലല്ലോ. ഇന്നും അത്രയും ഇത്ര പ്രശ്നം. ഡ്യൂട്ടി ടൈമിൽ ആരുമായിട്ടും വർത്താനം പറയാൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നീ അങ്ങനെ വേണ്ട, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. നിങ്ങളല്ലേ പറഞ്ഞാന്ന് എൻ്റെ അടുത്ത് എന്ത് വേണേലും കാണിച്ചു ഞാൻ ഒന്നും നോക്കാൻ പറ്റില്ലാന്ന്. അതൊന്നും എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പോവാൻ വരട്ടെ. എടോ പിടിക്കടോ, എടോ പിടിക്കേ. എടോ നിക്കടോ, ഒന്ന് സഹായിച്ചിട്ടെങ്കിലും ഒന്ന് പോ. ഡ്രസ് മൊത്തം ചെടിയായി, ഇനി ഞാൻ എന്ത് ചെയ്യും? ആരും കണ്ടില്ലെന്ന് തോന്നണ, നൈസായിട്ട് എണീറ്റ് പോവാ. ജിമിനോ? Are you okay, മീര? അതെ അതെ, നീ അത് കണ്ടല്ലേ? ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ ജിമിൻ. എന്താ? നിനക്ക് അങ്കിത്തിനെ ഇഷ്ടമാണോ? ആര്? അങ്കിത് സാറിനെയോ? അത് ഞാനോ? അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പിന്നെ അയാളെ പോലെയുള്ള ആളെ സാമാന്യ ബോധമുള്ള ഒരു പെണ്ണ് സ്നേഹിക്കില്ല. അല്ല, എന്നാലും താനെന്തിനാ അങ്ങനെയൊക്കെ ചോദിച്ച എൻ്റെ അടുത്ത്? ഏയ്, ഞാൻ വെറുതെ ഓരോന്ന്. അത് പോട്ടെ, എന്തായാലും ഞാൻ പോവാൻ, നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കാതറിൻ, നീ ഓക്കെ അല്ലേ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സാറിനോട് പറയണോ? ഏയ് വേണ്ടടാ, എനിക്ക് ചെറിയൊരു തലവേദന, അത്രേ ഉള്ളൂ. നീ വയ്യാണ്ട് കിടക്കുന്നുണ്ടപ്പോ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് പെയിൻ ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ ചോദിച്ചതാ. എന്തായാലും വീട്ടിൽ പോയാൽ നടക്കില്ല, കുറെ വർക്ക് പെൻഡിങ് ഉണ്ട്, അത് ചെയ്യണം. ഓക്കെ, നീ ചെയ്തോ. സാർ, മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. എന്താ വേണ്ട? സാർ, അത് കാതറിന് തീരെ വയ്യ, സോ അവളെ പറ്റി പറയാൻ വേണ്ടി വന്നതാ. അവക്ക് അന്നത്തെ പ്രശ്നത്തിന്റെ ആയിരിക്കും വയ്യാക, അത് വിട്ടേക്ക്. അല്ല സാർ, അവക്ക് ഒട്ടും വയ്യ, അവളുടെ മുഖം കണ്ടാ അറിയാം. ഞാൻ നോക്കിയതല്ലേ, സാർ വേണേ വന്ന് നോക്ക്. ചെല്ല്, ഞാൻ വരാം. അല്ല, ഇവക്ക് എന്താ പറ്റിയ? അറിയില്ല മാം. മാം പോയി കുറച്ചേരം കഴിഞ്ഞപ്പോ പെട്ടെന്ന് കാതർ സീറ്റിന് വീണു. ഇത് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ തന്നെ, വഴുക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകോ? ഇത് ആംബുലൻസ് പ്ലീസ്. ഡോക്ടർ, കാതറിന് എങ്ങനെയുണ്ട്? അവക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, കുറെ കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സ്ട്രെസ് ഒരുപാട് എടുക്കാണ്ടിരിക്കാൻ നോക്കാം. താങ്ക് യു ഡോക്ടർ. കാതറിൽ, ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക്? ഇപ്പൊ കുഴപ്പമില്ല മീര, എനിക്ക് കുറച്ചേരം ഉറങ്ങണം. നീ ഉറങ്ങിക്കോ, ഞങ്ങൾ പുറത്താണ്. മീര, കാതറിന് എന്താ പറ്റിയേ? അല്ല, ഇപ്പൊ നിന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചത്? നിനക്കെന്താ ഇവിടെ കാര്യം? അവള് നിന്റെ ആരാ? പിന്നെ അവളെ അന്വേഷിച്ച് നീ ഇനി വരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം അന്നത്തോടുകൂടി തീർന്നതാ. എൻ്റെ അടുത്ത് ഞാൻ അതിനെ പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന് അറിയാലോ. ഇങ്ങനെ ആരും വന്ന് അവളെ ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം നീ ഇനി അവൾക്ക് ഒന്നുമല്ല.